ഇതുവരെ നാം ചിന്തിച്ച ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസും രക്ഷാപദ്ധതിയും എന്ന ആ വിഷയത്തിൻ്റെ ഒരു അനുബന്ധമാണ് ഈ പ്രത്യേകമായിട്ടുള്ള ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. ഓൾറെഡി പറഞ്ഞുപോയ കാര്യങ്ങളെ അതിനൊരു കൺക്ലൂഷൻ, രക്ഷയെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. എന്നാൽ ചില ഓർമ്മപ്പെടുത്തലുകൾ അതിനോട് ചേർത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സാൽവേഷൻ ബിലോങ്സ് ടു ഗോഡ്. രക്ഷ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഒരു ദൈവദാസൻ്റെ അടുക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടിക്കയറി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പുള്ളിയോട് തമാശ രൂപേണ പറഞ്ഞു, നീ വളരെ ലേറ്റായിപ്പോയി. 2000 വർഷം മുമ്പ് ഒരാളെല്ലാം ചെയ്തു കഴിഞ്ഞു. നിനക്കൊന്നും ചെയ്യുവാനില്ല. നിനക്ക് ഇനിയും സ്വീകരിച്ചാൽ മാത്രം മതി. രക്ഷ ദാനമാണ്. ദാനം സ്വീകരിക്കുവാനാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് അത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നാണ് 2 തിമോത്തിയോസ് 1:9 പറയുന്നത്. ഹോളി കോളിംഗ് അത് അതിവിശുദ്ധമാണ്. മറ്റേത് കാര്യം മാറ്റിവെച്ചും മറ്റേത് കാര്യത്തെ തൃണവൽഗണിച്ചും മറ്റേത് കാര്യത്തെ പുറകോട്ട് തള്ളിയും ഞാൻ എൻ്റെ ലൈഫിൽ മുറുകെ പിടിക്കേണ്ടതാണ്, ഈ സ്വീകരിക്കേണ്ടതാണ്, വാല്യൂ ചെയ്യേണ്ടതാണ് ഈ കോളിംഗ്. നിങ്ങൾ വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരു എംബസിയിൽ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം എംബസിയിൽ നിന്നൊരു കോള് വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റേത് കാര്യങ്ങളെക്കാളും വിലയുള്ളതായി ആ കാര്യങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റോടി ആ കോള് അറ്റൻഡ് ചെയ്യും എന്നതുപോലെ നമ്മുടെ ചുറ്റുമുള്ള സകല കാര്യങ്ങളെയും പുറകോട്ട് തള്ളി ഫസ്റ്റ് പ്രയോറിറ്റിയായി നാം കണ്ടെത്തേണ്ടതാണ് നമ്മുടെ വിളി. അതാണ് ഹോളി കോളിംഗ് എന്ന് പറയുന്നത്. രക്ഷ അതിൻ്റെ മുഴുവനും ഇനിഷ്യേറ്റീവ് ദൈവമാണ്. നാം ജനിക്കുന്നതിന് മുമ്പ്, ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, പാസ്റ്റ് എറ്റേണിറ്റിയിൽ ദൈവം തൻ്റെ ഹൃദയത്തിൽ ആവിഷ്കരിച്ചതും അവൻ നമ്മെ മുന്നറിഞ്ഞ് ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതുമാണ് രക്ഷ. അതുകൊണ്ട് പാസ്റ്റ് എറ്റേണിറ്റിയിലും നടന്ന ഈ രക്ഷയുടെ ആ വിളിയും ആ തെരഞ്ഞെടുപ്പും ആ മുൻനിർണയവും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ഈ സമയവും വരാനുള്ള നിത്യതയും മനുഷ്യനെ സംബന്ധിച്ച് ഫ്യൂച്ചർ എറ്റേണിറ്റിയും നമുക്ക് ആവോളം കിടപ്പുണ്ട്. രക്ഷ കുഞ്ഞാടിൻ്റെ ദാനമെന്ന് പാടാനും സ്തുതിപ്പാനും. അപ്പോൾ കഴിഞ്ഞകാല നിത്യതയിൽ വിഭാവനം ചെയ്ത ദൈവിക രക്ഷാ പദ്ധതിയെ വരുംകാല നിത്യത മുഴുവനും എനിക്ക് സ്തുതിപ്പാനുള്ള സമയം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ മഹത്വം അറിഞ്ഞ് വാല്യൂ ചെയ്ത് അക്നോളജ് ചെയ്ത് അതിനോട് പ്രതികരിക്കാം. രക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ മുഴുവനും ഇനിഷ്യേറ്റീവ് കർത്താവിൻ്റെതാണ്. എന്നാൽ രക്ഷ നിങ്ങളിൽ നിന്നാണ് അത് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഉറപ്പോ ധൈര്യമോ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാകുകയില്ല. അത് ദൈവത്താൽ ആരംഭിച്ചു, ദൈവത്താൽ അത് നിവർത്തിച്ചു, അത് ദാനമായി നമുക്ക് തരുന്നു, ഞാനത് സ്വീകരിക്കുന്നു. അത് നിങ്ങളിൽ നിന്നുള്ള ഒരു ഇനിഷ്യൽ വർക്കായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് സ്വസ്ഥത ലഭിക്കത്തില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് നമ്മൾ രക്ഷിക്കപ്പെടാൻ ഉണ്ടായ മുഖാന്തരമാണ്. പൗലോസ് തൻ്റെ സാക്ഷ്യത്തിൽ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം കണ്ടതും താൻ കുതിരപ്പുറത്തും താഴെ വീണതും
യേശുക്രിസ്തുവുമായുള്ള എൻകൗണ്ടറിനെ കുറിച്ച് തൻ്റെ സാക്ഷ്യം താൻ പലയിടത്ത് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ താൻ ഗലാത്യ ലേഖനത്തിൽ തൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ വേർതിരിച്ചവൻ. അപ്പോൾ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടെത്തിയ ആ സാക്ഷ്യത്തിന് കുറച്ചുകൂടെ പുറകോട്ട് അവൻ പോവുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാനൊരു യഹൂദ ബാലനായി, ഒരു മാംസകഷ്ണമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. പക്ഷെ എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവൻ വീണ്ടും വളരെ ദൂരം പുറകോട്ട് പോവുക. ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ രക്ഷയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസമോ, സ്നാനപ്പെട്ട ദിവസമോ, സുവിശേഷം കേട്ട ദിവസമോ, മാനസാന്തരപ്പെട്ട ദിവസമോ ഒക്കെ ആയിരിക്കാം. എന്നാൽ കുറെ കട മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം എന്നെ വേർതിരിച്ചു. അത് സത്യമാണ്. യെരമ്യാവിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനത്തിൽ പല ഭാഗങ്ങളിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ കൂടുതൽ നാം മുന്നോട്ട് പോയി ദൈവിക വെളിപ്പാടിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അല്ല, സമയത്തിനു മുമ്പ് ദൈവം എന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തെ ഇത്രയും ആഴമായി വാല്യൂ ചെയ്യണമെങ്കിൽ, അക്നോളജ് ചെയ്യണമെങ്കിൽ രക്ഷയല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഈ രക്ഷ ദാനമായിരിക്കുമ്പോഴും അത് സ്വീകരിക്കുവാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പരമാർത്ഥതയുണ്ടാകണം. 18 സങ്കീർത്തന 27 വാക്യത്തിൽ അവൻ എളിയ ജനത്തെ നീ രക്ഷിക്കും. എളിയ ജനം, ഓണസ്റ്റി, പരമാർത്ഥത ഇല്ലാതെ വരുമ്പോഴേ രക്ഷദാനമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് അതെങ്ങനെയാണ് റിസീവ് ചെയ്യപ്പെടുന്നത്? എൻ്റെ ഭാഗത്തു നിന്നുള്ള ഓണസ്റ്റിയാണ്. താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ എന്നെ തന്നെ താഴ്ത്തുമ്പോഴാണ് ഞാനൊരു പാപിയാണ്, ഞാൻ ജീവിപ്പാൻ യോഗ്യനല്ല, എൻ്റെ പാപത്തിന് പരിഹാരകനായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് അക്നോളജ് ചെയ്യുവാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു താഴ്മയാണ്. ആ പരമാർത്ഥതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ ആരെ കടാക്ഷിക്കും? എൻ്റെ വചനത്തിന് മുൻപിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ താഴ്മയുള്ളവർക്ക്, എളിയവർക്ക് ദൈവം രക്ഷ കൊടുക്കുന്നു. മനോവിനയമുള്ളവരുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നു. തൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവനെ കടാക്ഷിക്കുന്നു. രക്ഷയ്ക്കായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു താഴ്മയാണ് വേണ്ടത്, ഒരു പരമാർത്ഥതയാണ് വേണ്ടത്. ആ പരമാർത്ഥതയാണ് നിങ്ങളുടെ താഴ്മ. പരമാർത്ഥത ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ രക്ഷയെ സ്വീകരിക്കാൻ കഴിയില്ല. 3 കാര്യങ്ങളാണ് കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അവൻ്റെ തെരഞ്ഞെടുപ്പിനെ ഞാൻ സ്വീകരിക്കുക മാത്രമാണ്. അവൻ്റെ തെരഞ്ഞെടുപ്പിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യുക മാത്രമാണ്. എന്നാൽ കർത്താവ് എന്നെ ലോകസ്ഥാപനം മുമ്പ് തെരഞ്ഞെടുത്തു എന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവ് ആക്കുന്നത് 3 കാര്യങ്ങളാണ്: കൃപ, വചനം, പരിശുദ്ധാത്മാവ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയുടെ, ദയയുടെ ഒരു പ്രവൃത്തി ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് റോമാലേഖനത്തിൽ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ എന്താണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദയ, ദൈവത്തിൻ്റെ ദയ എന്ന് പറഞ്ഞാൽ ഇൻ വൺ സെൻസ് ഇസ് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ. അപ്പോൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്താൻ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് വർക്ക് ചെയ്യുന്നു. 2, ദൈവത്തിൻ്റെ ആ രക്ഷ നമ്മളുടെ ലൈഫിൽ ആക്റ്റീവ് ആകുന്നത്, അല്ലെങ്കിൽ അത് നാം സ്വീകരിക്കുന്നത് ദൈവവചനത്തിലൂടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: അവരെ പോലെ നാമും ഒരു സ്വദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ വചനം കേട്ട് സ്വീകരിക്കണം. അപ്പോൾ കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ വരുന്നു. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ നാം രക്ഷിക്കപ്പെടും? അപ്പോൾ വചനമാണ് 2-ാമത്തെ മീൻസ്. പക്ഷെ ആ വചനത്തോട് അവർ എതിർത്തു. ആ വചനത്തെ അവർ വിശ്വസിച്ചില്ല.
അതുകൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ വചനമാണ് നമ്മളെ പുതുക്കുവാനായി ദൈവം ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കാര്യം. 3, പരിശുദ്ധാത്മാവ്. ഈ മൂന്നിനെയും നമുക്ക് എതിർക്കാം. റോമർ 2:4 പറയുന്നത് കർത്താവിന്റെ ദയ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിനോട് എതിർക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ദയ നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപയെ നിരസിക്കാം. ദൈവത്തിന്റെ കൃപയെ നിങ്ങൾക്ക് വൃഥാവാക്കാം. അതിനോട് എതിർത്ത് നിൽക്കാം. 2, ദൈവവചനത്തോട് എതിർത്ത് നിൽക്കാം. അത് നമ്മൾ എബ്രായ ലേഖനം 4:7 വായിക്കുന്നു. എബ്രായ ലേഖനം 4:7 അവർ കേട്ടു, അവർക്കത് ഉപകാരമായി ഭവിച്ചില്ല. കാരണം അവർ കേട്ടു, എന്നാൽ അവരുടെ ഹൃദയം കഠിനമാക്കി. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പോൾ റോമർ ലേഖനം 2:4 അവർ അവരുടെ ഹൃദയം കഠിനമാക്കി എന്ന് പറയുന്നുണ്ട്. റോമർ 2:4 ദൈവത്തിന്റെ കൃപ അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരത്തിച്ചു വെക്കുന്നു. അനാദിയിൽ ദൈവം നിർണയിച്ചിരിക്കുന്ന ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഒരു വിളിയിലൂടെ ടൈമിനകത്ത് എൻ്റെ ലൈഫിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ, കൃപയിലൂടെ കൊണ്ടുവരുമ്പോൾ, എനിക്ക് അതിൻ്റെ ഐശ്വര്യത്തെ നിരസിച്ച് എൻ്റെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തി അനുതാപമില്ലാത്ത ഹൃദയമുള്ള ഒരു വ്യക്തിയായി ദൈവത്തിൻ്റെ കോപം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാം. അപ്പോൾ കൃപയെ തള്ളിക്കളയാം, കൃപയെ നിരസിക്കാം. അങ്ങനെ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. ഇനിയും എബ്രായ ലേഖനം 4 ദൈവവചനമാണ് രണ്ടാമത് അവരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ദൈവവചനത്തെ അവർ തള്ളിക്കളഞ്ഞു. എങ്ങനെ? ഹൃദയകാഠിന്യ നിമിത്തം. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എബ്രായർ 4:7 നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം. അപ്പോൾ കേട്ടിട്ട് ഹൃദയം കഠിനമാക്കി. അപ്പോൾ വചനത്തെ അവർ തള്ളിക്കളഞ്ഞു. അവിടെയും ഹൃദയകാഠിന്യം. ഇനി പരിശുദ്ധാത്മാവിന് അപ്പോസ്തല പ്രവൃത്തി 7:51 മൂന്നാമത് ദൈവം രക്ഷയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് കർത്താവ് ഒരുക്കുന്നത്. 7:51 ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. അപ്പോൾ അവർ ദൈവവചനം കേട്ടു, പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ സ്തെഫാനോസ് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. അപ്പൊ കൃപയെ തള്ളിക്കളയുന്നു, ദൈവവചനത്തെ അവരുടെ ഹൃദയത്തിന് ഉപകാരമായി വിശ്വാസമായി പരിണമിക്കേണ്ട ദൈവവചനത്തെ തള്ളിക്കളഞ്ഞത് ഹൃദയകാഠിന്യ നിമിത്തം. 3 പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ സാൽവേഷൻ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ആരും ചിന്തിക്കരുത്, ദൈവം കുറെ പേരെ വിശ്വസിക്കാനായിട്ട് ഓൾറെഡി അവരുടേതായ കാരണത്താൽ അല്ലാതെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, രക്ഷയുടെ മുഴുവനും കാര്യങ്ങൾ ദൈവം ചെയ്തു. എന്നാൽ അത് സ്വീകരിക്കുവാൻ, എന്നിലേക്ക് അത് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്ന കൃപയെയും ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും എനിക്ക് എതിർക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. മുടിയംപുത്രൻ അവന്റെ മെറിറ്റിലല്ല അപ്പന്റെ വീട്ടിലെത്തിയത്. അപ്പന്റെ മെറിറ്റാണ്. അപ്പൻ ക്ഷമിക്കണം എന്നുള്ളത് അപ്പന്റെ പരമാധികാരമാണ്. എന്നാൽ അപ്പൻ ക്ഷമിക്കാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. അപ്പൻ ക്ഷമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്കിലും അത് അവന് അനുഭവവേദ്യമായത് അവൻ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ്. അപ്പന് വേണേ വീട്ടിൽ കയറ്റാതിരിക്കാം. കാരണം ഞാൻ രക്ഷപ്പെടുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല. അവൻ അത് പ്ലാൻ ചെയ്തതുകൊണ്ടും അവന് എന്നെ തെരഞ്ഞെടുത്തുകൊണ്ടും എനിക്കത് ലഭിച്ചു. പക്ഷേ അവനത് തീരുമാനിച്ചതുകൊണ്ട് അതെൻ്റെതാകത്തില്ല. ഞാൻ എൻ്റെ ഇച്ഛ കൊണ്ട് അതിനെ സ്വീകരിക്കണം. അപ്പോൾ മുടിയംപുത്രന്റെ മെറിറ്റിലല്ല അവൻ അപ്പന്റെ വീട്ടിലെത്തിയത്. പക്ഷേ അവന്റെ ഏറ്റുപറച്ചിലും മടങ്ങിവരവും അപ്പൻ അവനു വേണ്ടി ഹൃദയത്തിൽ കരുതിയ ആ സ്നേഹത്തെ ആക്റ്റീവാകാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകസ്ഥാപനം മുമ്പ് കർത്താവ് നിങ്ങളെ കുറെ പേരെ രക്ഷിക്കപ്പെടുത്തി എടുത്തിട്ടില്ല. നിങ്ങളുടെ ഇച്ഛ കൊണ്ട് നിങ്ങൾക്ക് രക്ഷയെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾക്ക് ആ വിളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. ദൈവത്തിന് വോളണ്ടിയേഴ്സ് ഇല്ല.
സ്വർഗത്തിൽ വോളണ്ടിയേഴ്സ് ഇല്ല. വോളണ്ടിയേഴ്സ് ആയിട്ട് ആരും വരുന്നില്ല. തെരഞ്ഞെടുത്തവർ മാത്രമാണ് സ്വർഗത്തിൽ. ഒൺലി ദ എലക്ട് ആയവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. വോളണ്ടിയേഴ്സ് ഇല്ല. ദൈവം കുറെ പേരെ വോളണ്ടിയേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല. ദൈവം തെരഞ്ഞെടുത്തതിനോ പ്രതികരിച്ചവർക്ക് മാത്രമാണ്, റെസ്പോണ്ട് ചെയ്തവർക്ക് മാത്രമാണ് അവിടേക്ക് എത്താൻ കഴിയുന്നത്. അല്ലാതെ വോളണ്ടിയേഴ്സ് ആയിട്ട് ദൈവം ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇതാണ് പ്രധാനമായിട്ട് നാം രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള അനുബന്ധം. ദൈവം ഈ യാക്കോബും ഏശാവും, നാം യാക്കോബും ഏശാവിനെ കുറിച്ചും അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ റോമാലേഖനം 9 പറയുന്നുണ്ട്. അത് വ്യക്തിപരമായ രക്ഷയല്ല, അത് 2 രാഷ്ട്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ സർവീസിന്റെ പദ്ധതിയാണ്, ഫോർ ദ പർപ്പസ് ഓഫ് സർവീസ്. എന്നാൽ നമുക്ക് യാക്കോബിന്റെയും യേശാവിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. യാക്കോബ് ആ ദൈവിക പദ്ധതിയിലേക്ക് വരാൻ മറ്റൊരു കാരണമുണ്ട്. ഇത് പേഴ്സണലായ കാര്യമാണ്. യാക്കോബ് എന്താ ചെയ്തേ? അവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തെ വാല്യൂ ചെയ്തു മെറ്റീരിയലായ കാര്യത്തേക്കാൾ. യേശാവിനേക്കാൾ സാധുശീലൻ യാക്കോബായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യാക്കോബോ സാധുശീലൻ, യേശാവോ വേട്ടക്കാരൻ. ഭയങ്കര ടഫാണ് യേശാവ്, പക്ഷെ സാധുശീലനാ യാക്കോബ്. ഇവനെ അമ്മ ഉപയോഗിച്ചതാ. അമ്മയുടെ ഉപായവും കുരുട്ടുബുദ്ധിയും കൊണ്ട് ഇവൻ അതിൻ്റെ അകത്ത് ആയിപ്പോയതാ. അങ്ങനെ ഉപായിയായത്. അമ്മയാണല്ലോ ഇവനോട് പറയുന്നത്, നീ അപ്പനെ കളിപ്പിക്കുക, ഞാൻ നല്ല ഇറച്ചി ഉണ്ടാക്കി തരാം, നീ പോയി അപ്പനിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കുക. അപ്പോൾ സാധുശീലനായ യാക്കോബ് അമ്മയുടെ ബ്രെയിൻ വാഷിങ്ങിലാണ് അവൻ ആ നിലയിലുള്ള ചതി ചെയ്യാനിടയായത്. എന്നാൽ ബേസിക്കായിട്ട് യാക്കോബ് ഒരു സാധുശീലനായിരുന്നു. അതിനടുത്ത് അവൻ തട്ടിപ്പില്ല എന്നല്ല, അവൻ ഉപായിയാണ്. എന്നാൽ അവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തെ, സ്വർഗീയ കാര്യത്തെ വിലമതിച്ചു. എന്നാൽ ഏശാവ് മെറ്റീരിയൽ കാര്യത്തെ ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കാൾ വലുതായി കണ്ടു, അതിനെ വിലമതിച്ചു. സോ ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ഒരു ഡിവൈനായ കാര്യത്തെ വാല്യൂ ചെയ്യാത്ത ഒരാളെ ദൈവം റിജക്റ്റ് ചെയ്യും. അപ്പം എന്താണ് ഏശാവിന്റെ അനുഗ്രഹത്തിന്റെ കാരണം? അവന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടെങ്കിലും ഗോഡ്ലിയായ ഒരു കാര്യത്തെ വിലമതിക്കാൻ അവൻ മുൻകൈയെടുത്തു. നിങ്ങൾ പാപിയാണോ എന്നുള്ളതല്ല രക്ഷയ്ക്കുള്ള തടസ്സം. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ, കൃപയിലൂടെ കൊണ്ടുവരുമ്പോൾ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങൾ. 1 വിലമതിക്കുക, 2 അംഗീകരിക്കുക, 3 സ്വീകരിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉപായിയാണെങ്കിലും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ദൈവത്തെ കോപിപ്പിക്കാനുള്ള ഏക വഴി ദൈവം നിനക്കായി ഒരുക്കിയ ദൈവിക കാര്യത്തെ നീ വാല്യൂ ചെയ്യാതിരുന്നാൽ മതി. ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരും. നീ അതിനേക്കാൾ വലുതായി മറ്റൊന്നിനെ വിലമതിക്കുമ്പോൾ നീ റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് പിന്നത്തേതിൽ അനുതപിച്ചു, മാനസാന്തരത്തിന് ഇട കണ്ടെത്തില്ല ഏശാവ്. സോ രക്ഷ ദാനമാണ്. പക്ഷേ നീ ദൈവത്തിന്റെ ദാനത്തെ വിലമതിക്കുന്നില്ലെങ്കിൽ, വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ, യു വിൽ ബി റിജക്റ്റഡ്. നമുക്കൊരു നിത്യത മുഴുവനും ബാക്കിയുണ്ട്. എനിക്കൊന്നും അറിയാത്തപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്ലാനിൽ, ടൈമിനകത്ത് വിശുദ്ധ വിളി കൊണ്ട് എന്നെ ആ നിർണയത്തിലേക്ക് ഘടിപ്പിച്ച ശേഷം ടൈമിന് വെളിയിലേക്ക് വന്ന് അനന്ത നിത്യതയിൽ രക്ഷാ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനമെന്ന് പാടാൻ ഈ തലമുറയിൽ ഞാൻ വിളിക്കപ്പെട്ടെങ്കിൽ, ഇപ്പോഴും വരാനിരിക്കുന്ന നാം ആ നിത്യതയിലേക്കും വരാനിരിക്കുന്ന നിത്യത എന്ന് പറയുന്നത് ബിബ്ലിക്കലി തെറ്റാണ്, മനസ്സിലാകാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ രക്ഷയെ ഓർത്ത് എന്നും ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് രക്ഷ ദാനമാണ്. സ്വീകരിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്.
അത് സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് രക്ഷയില്ല. ദൈവം ആരെയും പ്രത്യേകമായി കുറെ പേരെ വെറുതെ അങ്ങ് ക്ഷമിക്കുന്നില്ല. ദൈവം ക്ഷമിക്കുന്നത് ഒരാൾ കൺഫസ് ചെയ്യുമ്പോഴാണ്, മടങ്ങി വരുമ്പോഴാണ്, ഏറ്റു പറയുമ്പോഴാണ്. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് മെക്കാനിക്കലി കുറെ പേർ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അല്ല. എല്ലാവരുടെയും പ്രായശ്ചിത്തമായിട്ട് യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞു. പക്ഷേ ഞാൻ വ്യക്തിപരമായി ഏറ്റുപറയാതെ അതെന്റെ രക്ഷ ആകുന്നില്ല. ഇതാണ് രക്ഷ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട കാര്യം. 3, കൃപയെ നിരസിക്കാം, ദൈവവചനത്തെ എതിർത്ത് നിൽക്കാം, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സമ്മതം കൂടാതെ ചെയ്തെടുക്കുന്നതല്ല രക്ഷ. ക്രൂശിൽ ദൈവം ചെയ്തെടുത്ത രക്ഷയെ നിങ്ങൾ അക്നോളജ് ചെയ്ത് വിലമതിക്കുന്ന ആ പരമാർത്ഥതയോടെ നിങ്ങൾ അതിനെ വാല്യൂ ചെയ്യുന്നതിലൂടെയാണ് അത് നിങ്ങളുടെ സ്വന്തമാകുന്നത്. അത് സംബന്ധിച്ചുള്ള അനുബന്ധം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഗോഡ് ബ്ലെസ് യു.